ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ആൻസർ കിട്ടിയിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? എത്ര ആൻസർ കിട്ടിയെന്ന് പറഞ്ഞേ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഫോർ ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n minus 3 by 4 y of n minus 1 plus 1 by 8 y of n minus 2 is equal to x of n. Okay, so find the output response if the input x of n is unit step input u of n. Okay, ഇതാണ് ക്വസ്റ്റ്യൻ. സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ ഇൻപുട്ട് signal is given as a unit step input. Okay, so here we have to find the output response y of n. Okay, ആൻസർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആൻസർ എത്രയാണ് കിട്ടിയത്? ആൻസർ കിട്ടിയവർ പറഞ്ഞേ. ഷാരോൺ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? യെസ്, ബോയ്സ് ചെയ്തു നോക്കിയിട്ടുണ്ടോ? ആൻസർ കിട്ടിയിട്ടുണ്ടോ? എത്ര ആൻസർ കിട്ടിയത്? ആദിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഡൊമിനിക്, ഹലോ, ഇതെന്താ ബോയ്സ് ആരും റെസ്പോണ്ട് ചെയ്യാത്തത്? വൈഷ്ണവ്, ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ല, എന്താ ചെയ്ത് നോക്കാത്ത? ഞാൻ പറഞ്ഞു, സിഗ്നൽസ് എന്നാൽ നമ്മൾ ചെയ്ത് പഠിച്ചാലേ ശരിയാവുള്ളൂ. അതാ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട്. മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻ സെയിം പാറ്റേൺ ആണ്. എന്താണ്? ഇൻപുട്ട് സിഗ്നൽ എക്സ് ഓഫ് എൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിനകത്ത് ഡിഫറൻസ് ഇക്വേഷനിൽ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ ആണുള്ളത്. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് എൻ എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് യു ഓഫ് എൻ തന്നിട്ടുണ്ട്. അപ്പം യു ഓഫ് എന്നിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? നമുക്കറിയാം, സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് എന്നിന് പകരം സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ കിട്ടുന്നത് വൈ ഓഫ് സെഡ് എന്നുള്ള ഫോമിലേക്ക് എഴുതുക. ഓക്കെ, ഇപ്പോൾ വൈ ഓഫ് സെഡ് അല്ല, നമുക്ക് ഔട്ട്പുട്ട് റെസ്പോൺസ് ആണ് വേണ്ടത്. സോ വൈ ഓഫ് എൻ ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക? വൈ ഓഫ് സെഡിന്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്യേണ്ടി വരും. അത് ചെയ്യുക, കോൺസ്റ്റന്റ് വാല്യൂസ് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻവേഴ്സ് കാണുക. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നിങ്ങൾ എങ്ങനെയായാലും ശരിയാവില്ലേ? എന്തായാലും നിങ്ങൾക്ക് തേർഡ് സീരീസ് ഓഫ്ലൈൻ എക്സാം വരികയാണ്. അതിനു വേണ്ടി നിങ്ങൾ നീറ്റായിട്ട് പഠിക്കുക. ഓക്കെ, ലാസ്റ്റുള്ള 5th മൊഡ്യൂളും പിന്നെ വേറൊരു മൊഡ്യൂൾ ഞാൻ നിങ്ങളോട് ഉച്ചയാകുമ്പോഴേക്ക് പറയാം. ആ 2 മൊഡ്യൂളാണ് നിങ്ങൾക്ക് സീരീസ് തേർഡ് സീരീസിന് ഉണ്ടാകുക. ഓക്കെ, അപ്പം ആ പറഞ്ഞ 2 മൊഡ്യൂൾസ് നീറ്റായിട്ട് പഠിക്കുക. അപ്പോൾ അത് പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ കുറച്ച് കോൺഫിഡൻ്റ് ആയി. ഓക്കെ, പിന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇത് എത്ര ആൻസർ കിട്ടിയത്? അനുസരിച്ച് എത്ര കിട്ടിയത്? -2 1/2 all raised to n u of n plus 1/3 into 1/4 all raised to n u of n
plus 8 by 3 u of n. ഓക്കെ റൈറ്റ്, കറക്റ്റ് ആണ്. ഓക്കെ കറക്റ്റ് ആണ്. ബാക്കി ഗേൾസിന് തന്നെയാണോ ആൻസർ കിട്ടിയത്? യെസ്. സോ ഇവിടെ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിഫറൻസ് ഇക്വേഷൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം അല്ലേ? സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ എക്സ് ഓഫ് എന്നിന് സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് എഴുതുക വേണ്ടത്. എന്താണ് ഇവിടെ സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്താൽ എന്താണ് വരുന്നത്? സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് ഇക്വേഷനിൽ സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ ഓഫ് സെറ്റ് മൈനസ് 3/4 ഇൻറ്റു സെറ്റ് ഇൻവേഴ്സ് ഇൻറ്റു വൈ ഓഫ് സെറ്റ് പ്ലസ് 1/8 ഇൻറ്റു സെറ്റ് റേസ് ടു -2 ഇൻറ്റു വൈ ഓഫ് സെറ്റ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റ്. ഓക്കെ, വാട്ട് ഈസ് എക്സ് ഓഫ് സെറ്റ്? ദാറ്റ് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ അല്ലേ? ബിക്കോസ് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് തന്നിട്ടുണ്ട്. സോ സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് വൈ ഓഫ് സെറ്റ് പുറത്തെടുത്തു. ദെൻ എന്ത് വരും? 1 മൈനസ് 3/4 സെറ്റ് ഇൻവേഴ്സ് പ്ലസ് 1/8 സെറ്റ് റേസ് ടു -2 ഇസ് ഈക്വൽ ടു, ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ഓഫ് സെറ്റ് അവിടെ എന്ത് ചെയ്യുക, സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ വൈ ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 ഇൻറ്റു 1 മൈനസ് 3/4 സെറ്റ് ഇൻവേഴ്സ് പ്ലസ് 1/8 സെറ്റ് റേസ് ടു -2. ഓക്കെ, സോ ഇതിനെ ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ സെറ്റ് സ്ക്വയർ. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ സെറ്റ് ക്യൂബ് വരും, ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് 1 ഇൻറ്റു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റ് സ്ക്വയർ ഇൻറ്റു സെറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, ന്യൂമറേറ്ററും സെറ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അറ്റ് ദ സെയിം ടൈം ഡിനോമിനേറ്ററും സെറ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ബട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെയുള്ള ഓപ്പറേഷൻ. സോ ഇതിൽ ഏതെങ്കിലും ഒരു ടേമിനോട് സെറ്റ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ സെറ്റ് മൈനസ് 1 ഇൻറ്റു ഈ ടേമിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ബിക്കോസ് ഇതിനെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ സെറ്റ് സ്ക്വയർ മൈനസ് 3/4 സെറ്റ് പ്ലസ് 1/8. ഓക്കെ, ഇത് കിട്ടി. ഇനി നമ്മൾ എന്താ യൂഷ്വൽ സ്റ്റെപ്പ് എന്താണ്? വൈ ഓഫ് സെറ്റ് ബൈ സെറ്റ് എന്നുള്ള ഫോമിൽ വേണം അല്ലേ? എന്നാലേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഹിയർ സെറ്റ് സ്ക്വയർ ലെഫ്റ്റ് ആയിരിക്കും, ബാക്കി എന്താണ് വരുന്നത്? സെറ്റ് മൈനസ് 1 ഇൻറ്റു ദെൻ ആ ടേംസിൻ്റെ ഫാക്ടേഴ്സ് ആണ്. വാട്ട് ഈസ് ദ ഫാക്ടർ ഓഫ് സെറ്റ് സ്ക്വയർ മൈനസ് 3/4 സെറ്റ് പ്ലസ് 1/8? അത് വരുന്നത് സെറ്റ് മൈനസ് 1 ഇൻറ്റു സെറ്റ് മൈനസ് 4 ആണ്. ഓക്കെ, അതിനെ ഫാക്ടേഴ്സ് ആക്കി നോക്കുക. സോ സെറ്റ് മൈനസ് 1/2 ഇൻറ്റു സെറ്റ് മൈനസ് 1/4. ഓക്കെ, ഈ സ്റ്റെപ്പ് കിട്ടി. ദെൻ എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 3 ടേംസ് വരും, എ ബൈ സെറ്റ് മൈനസ് 1 പ്ലസ് ബി ബൈ സെറ്റ് മൈനസ് 1/2 പ്ലസ് സി ബൈ സെറ്റ് മൈനസ് 1/4. 3 ടേംസ്, ഡിനോമിനേറ്ററിൽ 3 ഫാക്ടേഴ്സ് ഉണ്ട്. സോ 3 ടേംസ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, ദെൻ ഫൈൻഡ് ദ വാല്യൂസ് ഫോർ എ, ബി ആൻഡ് സി. ഓക്കെ, എ ഇസ് ഈക്വൽ ടു -2, ബി ഇസ് ഈക്വൽ ടു 1/3 ആൻഡ് സി ഇസ് ഈക്വൽ ടു 8/3. ഓക്കെ, ഇങ്ങനെ വാല്യൂസ് കിട്ടും. ഇതൊക്കെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് പല തവണ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് ചെയ്ത് നോക്കുക, ഇന്ന് തന്നെ ചെയ്ത് നോക്കുക ബോയ്സ്. ഓക്കെ, എന്നിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, സോ ഹിയർ ദിസ് ഇസ് ഈക്വൽ ടു -2 ബൈ സെറ്റ് മൈനസ് 1 പ്ലസ് 1/3 ഡിവൈഡ് ബൈ സെറ്റ് മൈനസ് 1/2 plus 8/3 divided by set minus 1/4. സോറി, ഇവിടെ വാല്യൂസിൽ വ്യത്യാസമുണ്ട്. എ ഇസ് ഈക്വൽ ടു 8/3 ആണ് വരുന്നത്, ബി ഇസ് ഈക്വൽ ടു 1/3 and c is equal to c is equal to 1/3 and b is equal to, അത് ഫാക്ടേഴ്സ് എടുക്കുന്ന പോലെ വ്യത്യാസം ഉണ്ടോ എ ബി സിയുടെ വാല്യൂസ്. ഓക്കെ, സോ എ is equal to 8/3
and b is equal to 1 by 3 and c is equal to -2. Okay, so ഇതിൽ എന്താണ്, then y of z is equal to എന്നുള്ള ഫോമിലേക്ക് എഴുതുക. ഓക്കെ, y of z എന്നുള്ള ഫോമിലേക്ക് എഴുതുക. ദാറ്റ് ഈസ് അപ്പോൾ ഈ മേലുള്ള വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ഹിയർ here 8 by 3, then z minus 1 by 2, b in the value -2 and c the value 1 by 3. Okay, so ഈ രീതിയിലാണ് വരിക. Then y of z is equal to what? 8 by 3 into z by z minus 1 plus -2 into z by z minus 1 by 2 plus 1 by 3 into z by z minus 1 by 4. Okay, so ഈ രീതിയിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. What is z by z minus 1? u of n. Okay, so 8 by 3 into y of n is equal to what? Z inverse of y of z. So that is equal to 8 by 3 u of n plus 8 by 3 u of n minus 2 into 1 by 2 whole raised to n u of n plus 1 by 3 into 1 by 4 whole raised to n u of n. Okay, so this is the answer. Okay, നമ്മൾ ഈ സെറ്റ് -1 സെറ്റ് -1/2 ഇൻറ്റു സെറ്റ് -1/4 അത് എടുക്കുന്ന ഓർഡർ അനുസരിച്ച് എ ബി സിയുടെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആവും. ഓക്കെ, അത് കറക്റ്റായിട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. ഒറ്റൊരു ഡിഫറൻസേ ഉള്ളൂ, എക്സ് ഓഫ് സെറ്റിന് ഇവിടെ എന്താണ് ഡയറക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് y ഓഫ് സെറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് ഓഫ് സെറ്റ് തന്നില്ല എന്നാണെങ്കിൽ നമുക്കതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? ഹോംവർക്ക് ചെയ്യാത്തവർക്ക് ഓക്കെ ആണോ? ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ചെയ്ത് നോക്കാണ്ടത് ക്ലിയർ ആവുകയില്ല. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ ഇതിൽ 2-3 എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ടിൽ ഷെയർ ചെയ്ത് തരാം. അതും ചെയ്ത് നോക്കുക. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലിയർ ആവും. Then we have to discuss our last topic in this module, that is causality and stability checking of set transforms. Okay, ഒരു സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ അതിൻ്റെ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, സോ അതിന് ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ത് സിസ്റ്റം ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റം ബൈ യൂസിങ് സെറ്റ് ട്രാൻസ്ഫോമിൽ അതിൻ്റെ സിസ്റ്റം ഫംഗ്ഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ? എച്ച് ഓഫ് സെറ്റ് ആണ്. എച്ച് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു y ഓഫ് സെറ്റ് ബൈ എക്സ് ഓഫ് സെറ്റ്. ഓക്കെ, സോ അത് തന്നെയാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? y ഓഫ് സെറ്റ് ബൈ എക്സ് ഓഫ് സെറ്റ്. ഓക്കെ, സോ if you're having a transfer function like this, that is h of z is equal to z minus 3 into z minus 4 divided by z minus 1 into z minus 2. ഓക്കെ, ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഒരു ഫോമിലാണുള്ളതെങ്കിൽ ഇത് നമുക്ക് കണ്ടാൽ അറിയാം എന്താണ് ഇതിൽ പോൾസ് ഓഫ് എച്ച് ഓഫ് സെഡ് ഏതൊക്കെയാണ്. പോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞേ? ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ആഷ്ന? പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ കേസിൽ വാട്ട് ഇസ് മെന്റ് ബൈ പോൾസ്?
ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സെഡിന് കിട്ടുന്ന വാല്യൂസ്. ഓക്കെ, റൈറ്റ് ആണ്. പക്ഷെ അത് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറഞ്ഞത്, വാല്യൂസ് ഫോർ സെറ്റ്, ഓക്കെ, വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എച്ച് ഓഫ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി, അങ്ങനെ പറയണം. എന്നുവെച്ചാൽ നമ്മൾ ഈ എച്ച് ഓഫ് സെറ്റ് എന്നുള്ള ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇൻഫിനിറ്റി ടെൻ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? 1/0 അല്ലേ? 1/0 ആണ് ഇൻഫിനിറ്റി. അപ്പൊ ഡിനോമിനേറ്റർ 0 ആകണമെങ്കിൽ വേണ്ട സെഡിന്റെ വാല്യൂസ്, അതാണ് പോൾസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എച്ച് ഓഫ് സെറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ അതാണ് പോൾസ്. അപ്പൊ പോൾസ് ഓഫ് എച്ച് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഡിനോമിനേറ്ററിൽ എന്തൊക്കെയാ ഉള്ളത്? ഫാക്ടേഴ്സ് Z-1 ഇൻറ്റു Z-2. ഈ 2 ഫാക്ടേഴ്സ് ആണ് ഡിനോമിനേറ്ററിലുള്ളത് അല്ലേ? സോ ഈ 2 ഫാക്ടേഴ്സിൽ Z-1 ആൻഡ് Z-2 ഇത് രണ്ടിലും ആ ടേംസ് 0 ആയി പോകണമെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂസ് ഫോർ സെറ്റ്? ഒന്നുകിൽ 1 ആയിരിക്കണം അല്ലെങ്കിൽ 2 ആയിരിക്കണം അല്ലേ? 1 - 1 0 ആണ്, 2 - 2 0 ആണ്. സോ Z is equal to 1 and Z is equal to 2 are the poles of this transfer function H of Z. Okay, and what is meant by zeros? Zeros എന്ന് പറഞ്ഞാൽ എന്താണ്? റോഷിനി പറഞ്ഞേ. എന്താണ്? Value of Z when x of Z tends to infinity. ഇൻഫിനിറ്റി ആണോ അല്ലെങ്കിൽ സീറോസ് ആണ്? ഓക്കെ, എന്താ ശരിക്കും സീറോസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വാല്യൂസ് ഫോർ സെറ്റ്, ഓക്കെ, അല്ല, വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എച്ച് ഓഫ് സെറ്റ് ടെൻസ് ടു 0, അതാണ്. ഓക്കെ, അപ്പം എച്ച് ഓഫ് സെറ്റ് ഇവിടെ 0 ആകണമെങ്കിൽ എന്ത് വേണം? എച്ച് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു 0/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ന്യൂമറേറ്റർ 0 ആകണം. ഓക്കെ, വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എച്ച് ഓഫ് സെറ്റ് ടെൻസ് ടു 0. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ 0 ആണ്. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ എന്തൊക്കെയാണ് സെറ്റിന്റെ വാല്യൂസ് വേണ്ടത്? ഒന്നുകിൽ 3 അല്ലെങ്കിൽ 4 അല്ലേ? സോ എച്ച് ഓഫ് സെറ്റ്, ദ സീറോസ് ഓഫ് ദി എച്ച് ഓഫ് സെറ്റ്സ് ആർ Z is equal to 3 and Z is equal to 4. ഓക്കെ, അപ്പം അങ്ങനെ പറയണം. പറഞ്ഞത് കറക്റ്റ് ആണ്. പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോമിനേറ്ററിൽ സെറ്റിന്റെ വാല്യൂസ് ഫോർ വിച്ച് ഡിനോമിനേറ്റർ ടെൻസ് ടു 0, അതാണ്. ഓക്കെ, സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്റർ 0 ആകാൻ വേണ്ട സെറ്റിന്റെ വാല്യൂസ്. പക്ഷെ ഇത് പറയുന്ന സമയത്ത് എങ്ങനെ പറയണം? ദ വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എച്ച് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് പോൾസ്, ആൻഡ് ദ വാല്യൂസ് ഓഫ് സെറ്റ് ഫോർ വിച്ച് എച്ച് ടെൻസ് ടു 0 ആണ് സീറോസ്. ഓക്കെ, സോ ഈ ഒരു ഇതിൽ നമുക്കറിയാം Z is equal to 1 and Z is equal to 2 അതിൻ്റെ സീറോസ് പോൾസ് ആണ്. Z is equal to 3 and Z is equal to 4 അതിൻ്റെ സീറോസ് ആണ്. ഓക്കെ, സോ ഈ പോൾസും സീറോസും ഇതിൽ പോൾസ് നോക്കിയിട്ടാണ്, അതിൻ്റെ പോൾസ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതാണ് പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത്. ലൊക്കേഷൻ ഓഫ് പോൾസ് ഇൻ സെറ്റ് പ്ലെയിൻ ഇസ് ഇമ്പോർട്ടൻറ്റ് to analyze the stability and causality of the system. Okay, so location of poles important ആണ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി, ചെക്കിംഗ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഓഫ് എ സിസ്റ്റം ഇൻ സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, സെറ്റ് ട്രാൻസ്ഫോമിലുള്ള ഒരു സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്കിംഗ് ആണ്. ഓക്കെ, സോ അതിനെന്താണ് വേണ്ടത്? വി ഹാവ് ടു നോ ദ ലൊക്കേഷൻ ഓഫ് പോൾസ് ഇൻ സെറ്റ് പ്ലെയിൻ. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ലൊക്കേഷൻ ഓഫ് പോൾസ് ഇൻ സെറ്റ് പ്ലെയിൻ അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ചെക്കിംഗ് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് LTA സിസ്റ്റം. Here we can determine the stability and causality of a system from its transfer function H of Z or from location of poles in a set plane and ROC. Okay, so എന്താണ്? We can determine the stability and causality of the system from its transfer function H of Z
or from location of poles in set plane and ROC. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ കോസാലിറ്റി ഉണ്ട്, കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പോൾസിൻ്റെ ലൊക്കേഷൻ ഇൻ സെറ്റ് പ്ലെയിൻ എവിടെയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ROC തന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ഫോർ കോസാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മളതിൻ്റെ കോസാലിറ്റി പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം കണ്ടീഷൻ ഫോർ കോസാലിറ്റി എന്താണ്. ദ സിസ്റ്റം വിൽ ബി കോസൽ ഇഫ് ദ ROC ഓഫ് H of Z is the region outside the circle with the radius as the outermost pole. Okay, this is the condition for causality. The system will be causal if the ROC of H of Z is the region outside the circle with the radius as the outermost pole. എന്താ പറയുന്നത്, ഒരു സിസ്റ്റം കോസൽ ആകണമെങ്കിൽ അതിൻ്റെ ROC, ഓക്കെ, അതിൻ്റെ ROC മസ്റ്റ് ബി ദ റീജിയൻ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് റേഡിയസ് ആസ് ദ ഔട്ടർമോസ്റ്റ് പോൾ. അപ്പം ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്, അതിൻ്റെ H of Z തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം H of Z തന്നിട്ടുണ്ട്, അതിൻ്റെ ROCയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രം H of Z വി ക്യാൻ ഡിറ്റർമൈൻ ദ വാല്യൂസ് ഫോർ പോൾസ്. ഓക്കെ, തന്നിരിക്കുന്ന H of Z അതിൻ്റെ പോൾ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൻ്റെ പോൾ വാല്യൂ നോക്കുക, ROC നോക്കുക. ഓക്കെ, അപ്പോൾ ROC എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് പോളിൻ്റെ ഔട്ടർ സൈഡിലാണെങ്കിൽ, ഓക്കെ, ROC എന്ന് പറയുന്ന റീജിയൻ ഔട്ടർ മോസ്റ്റ് പോളിൻ്റെ ഔട്ട് സൈഡിലാണെങ്കിൽ ദ സിസ്റ്റം ഈസ് കോസൽ. ഓക്കെ, അതാണ് കണ്ടീഷൻ ഫോർ കോസാലിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഹിയർ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് H of Z is equal to 2 by Z minus 2 into Z minus 5. Okay, and the given ROC is mod Z greater than 5. Okay, then let's take here the poles at എന്തൊക്കെയാണ് പോൾ വാല്യൂസ് എന്തൊക്കെയാണ്, ഡിനോമിനേറ്ററിലുള്ളത് Z minus 2 and Z minus 5 ആണ്. Okay, so the values for poles are at Z is equal to 2 and Z is equal to 5. ഓക്കെ, പോൾ എന്ന് പറയുന്നത് എന്താണ്, അറ്റ് Z is equal to 2 and Z is equal to 5 ആണ്. ഇതിൽ ഔട്ടർ മോസ്റ്റ് പോൾ ഏതാണ്, ഔട്ടർ മോസ്റ്റ് പോൾ എന്ന് പറയുന്നത് Z is equal to 5 ആയിരിക്കും അല്ലേ, 2 കഴിഞ്ഞിട്ടാണ് 5 വരുന്നത്. സോ Z is equal to 5 ആയിരിക്കും ഔട്ടർ മോസ്റ്റ് പോൾ. ആൻഡ് ദ ഗിവൺ ROC നോക്കിയേ, ഗിവൺ ROC ഈസ് മോഡ് Z ഗ്രേറ്റർ ദാൻ 5 ആണ്. ഔട്ടർ മോസ്റ്റ് പോളിൻ്റെ ഔട്ട് സൈഡിലാണ് റീജിയൻ ഓഫ് കൺവേർജൻസ്, മോഡ് Z ഗ്രേറ്റർ ദാൻ 5 ആണ്. എന്താണ്, ആൻഡ് outermost pole is at Z is equal to 5 and the given ROC is mod Z greater than 5. Therefore the system is causal. Okay, okay, the given ROC is a region outside the outermost pole circle. Therefore the system is causal. Okay, നമുക്ക് രണ്ട് പോൾസ് ഉണ്ട് അല്ലേ, one is at Z is equal to 2 and another is at Z is equal to 5. സോ രണ്ട് പോൾ വാല്യൂ വെച്ചിട്ട് നമ്മൾ രണ്ട് സർക്കിൾസ് വരച്ചു, ആ റേഡിയസ് വെച്ച് രണ്ട് സർക്കിൾസ് വരച്ചു. ആൻഡ് ദ ഗിവൺ ROC ഈസ് mod Z greater than 5 ആണ്. ഓക്കെ, വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പോൾ, mod Z greater than 5ന്റെ ഔട്ടർ സൈഡിലാണ് ഇവിടെ ROC വരുന്നത്. സോ വിച്ച് സാറ്റിസ്ഫൈ ദ കോസാലിറ്റി കണ്ടീഷൻ. സോ ദ സിസ്റ്റം ഈസ് കോസൽ. ക്ലിയർ ആണോ? കോസാലിറ്റി കണ്ടീഷൻ ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയേ. ലെറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ H of Z is equal to 2 by Z minus 2 into Z minus 5. സിമിലർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, ബട്ട് ദ ഗിവൺ ROC ഈസ് 2 ലെസ് ദാൻ mod Z ലെസ് ദാൻ 5. 2 ലെസ് ദാൻ mod Z ലെസ് ദാൻ 5. ഓക്കെ, സോ നമ്മൾ ROC എങ്ങനെ വരക്കും? 2 ലെസ് ദാൻ mod Z ആണ്, ലെസ് ദാൻ 5 ആണ്. സോ പോൾ അറ്റ് Z is equal to 2, അതിനേക്കാളും ഔട്ട് സൈഡിലാണ് Z വരുന്നത്, റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ബട്ട് ഇഫ് യു കൺസിഡറിങ് ദ പോൾ അറ്റ് Z is equal to 5, അതിൻ്റെ ഇന്നർ സൈഡിലേക്കാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ഓക്കെ, അപ്പം 2 എന്ന് പറയുന്ന പോളിൻ്റെ ഔട്ട് സൈഡിലേക്കും 5 എന്ന് പറയുന്ന പോളിൻ്റെ ഇൻസൈഡിലേക്കുമാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. സോ നമ്മളത് വരക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ബിറ്റ്വീൻ പോൾ 2 വെച്ചിട്ട് വരക്കുന്ന, പോൾ 2 റേഡിയസ് ആയി വെച്ച് വരക്കുന്ന സർക്കിളിൻ്റെയും പോൾ 5 റേഡിയസ് ആയി വെച്ച് വരക്കുന്ന സർക്കിളിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ഓക്കെ,
ബട്ട് ഹിയർ നമ്മുടെ കോസാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? കോസാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? നോ അല്ലേ? എന്താണ് കോസാലിറ്റി കണ്ടീഷൻ? ഇവിടെ 2 poles ഉണ്ടെങ്കിൽ, ഇഫ് there are 2 poles, then the ROC should be outside the circle with the radius is equal to with the radius has a value of outermost pole. ഓക്കെ, എന്താ വെച്ചാൽ ഔട്ടർമോസ്റ്റ് പോളിന്റെ വാല്യൂ റേഡിയസ് ആയി വരുന്ന സർക്കിളിന്റെ ഔട്ട്സൈഡിലായിരിക്കണം റീജിയൻ ഓഫ് കൺവേർജൻസ്. അപ്പം അങ്ങനെയല്ല എങ്കിൽ വേറെ ഏത് കണ്ടീഷൻ ഇൻസൈഡിൽ വന്നാലും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നാലും ഒക്കെ എന്താണ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഹിയർ ദ സെയിം ഫംഗ്ഷൻ ബട്ട് ദ ROC ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഓഫ് കോസാലിറ്റി. സെയിം ഫംഗ്ഷൻ ആണ്, ബട്ട് ROC എന്ത് ചെയ്യുന്നില്ല, കോസാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. therefore the system is non causal. Okay, so causality condition clear അല്ലേ? Yes. So once again condition for causality നോക്കുക. The system will be causal only if the ROC of H of Z is a region outside the circle with the radius as the outermost pole. Okay, അത് ഓർത്ത് വെക്കുക. Then we have to discuss the condition for stability. Okay, stability condition നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ബൈ യൂസിങ് ദ പോൾ വാല്യൂ വി ക്യാൻ ഡിറ്റർമൈൻ ദ സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം. ഓക്കെ, സോ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി എന്താണ്? എ ഡിസ്ക്രീറ്റ് ടൈം LTI system will be stable only if the ROC of H of Z includes the unit circle, that is mod Z is equal to 1. Okay, so a discrete time LTI system will be stable only if the ROC of H of Z includes the unit circle, that is mod Z is equal to 1. So അതാണ് കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ അതിൻ്റെ ROC, ഓക്കെ, അതിൻ്റെ ROC പറയുന്നത് ഷുഡ് ബി ഇൻക്ലൂഡ് ദി യൂണിറ്റ് സർക്കിൾ ഇൻ സെറ്റ് പ്ലെയിൻ. ഓക്കെ, ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ അതിൻ്റെ സെറ്റ് പ്ലെയിൻ നമ്മൾ വരക്കുമല്ലോ, ആ സെറ്റ് പ്ലെയിനിൽ ഉള്ള യൂണിറ്റ് സർക്കിളിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ROC ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്താണ്, സ്റ്റേബിൾ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ലെറ്റ് H of Z is equal to Z minus 1 by 2 into Z minus 3. Okay, this is the transfer function, given transfer function, and its ROC is 1 by 2 less than mod Z less than 3. This is the ROC, 1 by 2 less than mod Z less than 3. Okay, so നമ്മൾ അതിൻ്റെ ROC വരക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരക്കാം? നമ്മളപ്പോൾ സെറ്റ് പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ സെറ്റ് പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. വൺ പോൾ എന്താണ്, വൺ ഈസ് at z is equal to minus 2, z is equal to 2 and another is at z is equal to 3. Okay, so here 1 by 2ൽ ഒരു സർക്കിൾ വരച്ചു ആൻഡ് 1 by 2 സർക്കിൾ വരച്ചു, then 3ൽ another സർക്കിൾ വരച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ 1 by 2ൽ ഒരു സർക്കിൾ വരച്ചു, then 3ൽ another സർക്കിൾ വരച്ചു. ഓക്കെ, ഒരു പോൾ എത്രയാണ്, അറ്റ് 1 by 2 ആണ്, another is at 3 ആണ്. ഓക്കെ, then എവിടെയാണ് ഇതിൻ്റെ യൂണിറ്റ് വരിക? ഇതിപ്പം 1 by 2 കഴിഞ്ഞിട്ട് 3 ആണ്, അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെയാണ് ഇതിൻ്റെ യൂണിറ്റി സർക്കിൾ വരിക അല്ലേ, സർക്കിൾ വിത്ത് റേഡിയസ് ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇസ് ദ യൂണിറ്റി സർക്കിൾ. സോ നോക്കിയേ, ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എങ്ങനെയാണ് പറയുന്നത്? 1 by 2 ലെസ് ദാൻ മോഡ് സെറ്റ് ലെസ് ദാൻ 3. സോ ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത് ഈ റീജിയൻ ആയിരിക്കും. ഓക്കെ, ഈ റീജിയനിലാണ് ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. സർക്കിൾ വിത്ത് റേഡിയസ് 3 ആൻഡ് സർക്കിൾ വിത്ത് റേഡിയസ് 1 by 2, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. സോ ആ റീജിയൻ ഓഫ് കൺവേർജൻസിന് നമ്മുടെ യൂണിറ്റ് സർക്കിൾ വരുന്നില്ലേ ഇവിടെ? കണ്ടോ, ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് യൂണിറ്റ് സർക്കിൾ. അതെന്താണ് ഇവിടെ, ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസിലാണ് അത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. നോക്കൂ, റീജിയൻ ഓഫ് കൺവേർജൻസിലാണ് അത് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ.
ഓക്കെ, അതാണ് സ്റ്റെബിലിറ്റി കണ്ടീഷൻ. Given ROC includes unit circle, therefore the system is stable. Stability condition clear ആണോ? യെസ്. ഓക്കെ, സോ അതാണ് സ്റ്റെബിലിറ്റി കണ്ടീഷൻ. ഇനി ഒരു ലാസ്റ്റ് ടേം, ഫോർ എ സിസ്റ്റം ടു ബി ബോത്ത് കോസൽ ആൻഡ് സ്റ്റേബിൾ then all the poles of H of Z must be lies inside the unit circle. Okay, അപ്പം സ്റ്റെബിലിറ്റി കണ്ടീഷൻ പറഞ്ഞു, കോസാലിറ്റി കണ്ടീഷനും പറഞ്ഞു. ആൻഡ് ഇഫ് എ സിസ്റ്റം ടു ബി ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ, രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന എപ്പോഴാണ്? ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ ആകണമെങ്കിൽ the poles of H of Z must lie inside the unit circle. ഓക്കെ, അപ്പം ഒരു സിസ്റ്റം ബോത്ത് കോസൽ ആൻഡ് സ്റ്റേബിൾ ആകണമെങ്കിൽ ആ സിസ്റ്റത്തിന്റെ പോൾ വാല്യൂസ് ഷുഡ് ബി ലൈസ് വിത്തിൻ എ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അതാണ് ലാസ്റ്റ് കണ്ടീഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ഒരു സിസ്റ്റം ബോത്ത് സ്റ്റേബിൾ ആൻഡ് കോസൽ ആകാൻ. ഓക്കെ, സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, നോക്കിയേ. ഈ ഡോട്ടഡ് ലൈൻസ് എന്താണ്? ദിസ് ഇസ് എ സർക്കിൾ വിത്ത് റേഡിയസ് 1. ദിസ് ഇസ് യൂണിറ്റ് സർക്കിൾ. സോ ദ പോൾസ്, ഈ ക്രോസ് മാർക്ക് കാണിച്ചിരിക്കുന്ന ഒക്കെ പോൾസ് ആണ്, അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് പോൾസ് ആണ്. ഓക്കെ, ദേ ആർ ഇൻസൈഡ് ദി യൂണിറ്റ് സർക്കിൾ. സോ ദിസ് സിസ്റ്റം ഇസ് ബോത്ത് കോസൽ ആൻഡ് സ്റ്റേബിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്കിംഗ് ഓഫ് സിസ്റ്റംസ് ഇൻ സെറ്റ് ട്രാൻസ്ഫോം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്റ്റെബിലിറ്റി, കോസാലിറ്റി? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കേണ്ടത് ഈ കേസാണ്. എന്താണ് ഈ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി? നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കുന്നത്? ഫ്രം ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം. ഓക്കെ, ആൻഡ് ഓൾസോ ഫ്രം ദ ലൊക്കേഷൻ ഓഫ് പോൾസ് ഇൻ ദ സെറ്റ് പ്ലെയിൻ ആൻഡ് ഫ്രം ROC. ഓക്കെ, ആൻഡ് ഫസ്റ്റ് എന്താണ് കണ്ടീഷൻ ഫോർ കോസാലിറ്റി ആണ്. എന്താണ്? ദ സിസ്റ്റം വിൽ ബി കോസൽ ഇഫ് ദ ROC ഓഫ് H of Z is the region outside the circle with the radius as the outermost pole. That is the causality condition. And what is the stability condition? A discrete time LTI system is stable only if the ROC of H of Z includes the unit circle, that is mod Z is equal to 1. Okay, and what is the third condition? That is for a system to be both causal and stable, then all the poles of H of Z must lie inside the unit circle. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂമറിക്കൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ സംടൈംസ് they may ask like to explain the condition for stability and causality of a system in set plane. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം, ബട്ട് മോസ്റ്റ്ലി ഇതെല്ലാം ന്യൂമറിക്കൽസ് ആണ് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഒരു സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ സെറ്റ് പ്ലെയിനിലുള്ള ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തരും. ദെൻ അതിൽ നിന്ന് അതിൻ്റെ ഇസ് ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ കോസൽ ചെക്ക് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിന് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ H of Z. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും, y of n മൈനസ് y of n minus 2 പ്ലസ് 2 ഇൻറ്റു y of n minus 3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട്, സെറ്റ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം? സെറ്റ് പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് H of Z കണ്ടുപിടിക്കണം. അതാണ് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ചെക്ക് ചെയ്യാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, സോ അത് നമുക്ക് ന്യൂമറിക്കൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്.